ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അതായത് ഒരു നൗണിൻ്റെ ആർട്ടിക്കിൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് കുറേ നൗൺസ് ഉണ്ട്, കുറേ ആർട്ടിക്കിളും വരുന്നുണ്ട്, ദി ദസ്തി എന്ന് പറഞ്ഞുകൊണ്ട് പ്ലൂറൽ കേഴ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ആർട്ടിക്കിൾ എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദർ എന്നുള്ള ആർട്ടിക്കിൾ കണ്ടുപിടിക്കുന്നത് ഓരോ നൗണിൻ്റെ ആമൻഡയിൽ വരുന്ന, അതായത് അവസാനം കൊടുത്തിരിക്കുന്ന വാക്കുകളാണ് ഞാനിവിടെ ഓരോന്നായിട്ട് ഇങ്ങനെ സ്പേസ് ഇട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ആ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ING, ഇക്, ഓർ, ലിങ്ക്, എൻഡ്, ഓർ, ഇസ്റ്റ്, ലോഗെ, ആൻഡ്, എർ, എറ്റ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ ആമൻഡയിൽ വരുവാണെങ്കിൽ അതിൻ്റെ ആർട്ടിക്കിൾ ദർ ആയിരിക്കും. ബൈസ്പിൽ ദർ ഡയറക്ടർ, ദർ മ്യൂസിക് ആൻഡ്. ഓക്കെ, അടുത്ത ആർട്ടിക്കിളാണ് ദി എന്ന് പറഞ്ഞാൽ പ്ലൂറൽ കേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ അല്ലാണ്ട് ദിയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് ദിയിലും നമുക്ക് ഈ ആമൻഡയിൽ ഈ അക്ഷരങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. I, ENS, E, ഹൈറ്റ്, കൈറ്റ്, ഷാഫ്റ്റ്, എയ്റ്റ്, ഏഗെ, ഉങ്. Zum Beispiel die Gesundheit. ഓക്കെ, ദി ഐ ഇതിൻ്റെയൊക്കെ ആമൻഡയിൽ വന്നിരിക്കുന്ന അക്ഷരങ്ങൾ കണ്ടില്ലേ, അതനുസരിച്ചാണ് നമ്മൾ ആർട്ടിക്കിൾ കണ്ടുപിടിക്കുന്നത്. അടുത്തതാണ് ദസ്. അതിൻ്റെ നൗണിൻ്റെ ആമൻഡയിൽ വരുന്ന വേർഡുകൾ എന്ന് പറഞ്ഞാൽ ഷൻ, എറ്റ്, ലൈൻ, ഇൽ, എറ്റ്, മ, ഓ, എം. Beispiel das Thema, das Auto, das Firma. ഇതിൻ്റെയൊക്കെ ആമൻഡയിൽ ഈ വേർഡുകളാണ് വരുന്നത്. അടുത്തത് കുറച്ച് പ്രപ്പോസിഷനൊക്കെ ഓരോ സെൻറ്റൻസ് എഴുതുമ്പം ഏതൊക്കെ പ്രപ്പോസിഷനാണ് അവിടെ ആഡായി വരുന്നത് എന്നാണ് നോക്കുന്നത്. ഇം, അം എന്ന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇം ആഡ് ചെയ്യുന്നത് സീസൺസ് അല്ലെ മന്ത് ഒക്കെ പറയുമ്പോഴാണ് ഇം യൂസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ എപ്പോഴും ടൈം പറയുമ്പോഴാണ്, ടൈം പറയുന്ന മുമ്പ് ആഡ് ചെയ്ത് പറയും. അടുത്തതാണ് അം എന്ന് പറഞ്ഞാൽ ഡേ അല്ലെ ടൈം ഓഫ് ഡേ എന്നൊക്കെ പറയുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇം വരുമ്പം ഇൻ സോമർ അല്ലെങ്കിൽ ഇൻ ജാനുവാർ. അടുത്തതാണ് അം ആബൻഡ്, മോൺടാഗ്. അടുത്തത് 7 ഉവർ, 12 ഉവർ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ടിപ്പൊക്കെ വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ്. സിമ്പിളായിട്ട് നമുക്ക് ആർട്ടിക്കിളൊക്കെ മനസ്സിലാക്കി എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. Cheers.